ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പീരയാണ്, അതായത് ചിക്കൻ തോരൻ. ഇത് ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണ്, വളരെ ഡെലീഷ്യസുമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണിത്. പിന്നെ അധികം എരിവില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഇത് ടിഫിൻ ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. അതായത് ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ട് ഡയറക്റ്റാണ് ഞാൻ ഈ കറിയിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. പിന്നെ 2 മീഡിയം സൈസിലുള്ള അണിയൻ വേണം, ഒരു മീഡിയം തക്കാളി, ഒരു 10 അല്ലി വെളുത്തുള്ളി വേണം, 2 ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോറിയാണ്ടർ ലീവ്സാണ്. മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ വേണം. അതിനുവേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് മെഷറിങ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 3/4 മുറി തേങ്ങയുടെ ചിരകിയ തേങ്ങ മതിയാകും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതൊരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ ഡയറക്റ്റ് കുക്ക് ചെയ്യുമ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ വെളുത്തിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ചേർക്കുമ്പോൾ, അതുകൊണ്ടാണ് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർക്കുക. 2 ടീസ്പൂൺ വെള്ളം ഈ തേങ്ങ ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. തേങ്ങ നന്നായിട്ട് പൊടിയായിട്ട് ചിരകിയതായതുകൊണ്ട് ഞാൻ കൈകൊണ്ട് വെറുതെ ഒന്ന് തിരുമ്മി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പാലൊക്കെ ഒന്ന് പുറത്തോട്ട് പോരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കുക. എന്നിട്ട് ഈ സവാളയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് പകുതി കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം പാതി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ മസാലപ്പൊടികൾ മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയേ ഉള്ളൂ, അത് നമ്മൾ അവസാനം ചേർക്കും. ഇത് നന്നായിട്ടൊന്ന് വാടിയതിന് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് തക്കാളി കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഡ്രൈ ആകണം, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റായി. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചൂട് ആവും തോറും ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും, ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല കേട്ടോ. ഇതിലുള്ള ഈ മസാലകളുടെയും ചിക്കൻ്റെയും നനവുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും
ചിക്കൻ പീസസ് നല്ല വെള്ള നിറത്തിലായി വരും. അപ്പോൾ എല്ലാ ചിക്കൻ പീസസും നന്നായിട്ട് ഇതുപോലെ വെള്ള നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക, ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ചിക്കൻ പീസസൊക്കെ ഏകദേശം വെള്ള നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റിനുള്ള ഉപ്പ്. നമുക്ക് കറിയിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ ഈ മസാലയുമായി നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇത് പെപ്പർ മാത്രമാണ് ഇതിനകത്ത് എരിവായിട്ട് ചേർക്കുന്നത് കേട്ടോ. പിന്നെ 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഉണക്കമുളകൊന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ പീര ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, വളരെ ഡെലീഷ്യസ് ആണ്. നമ്മൾ ഉണക്കമുളക് ചേർത്ത് ഉണ്ടാക്കുന്നത് പോലെ അല്ല ഇത്. പെപ്പറിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇതിനിടയ്ക്കൊന്ന് തുറന്ന് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ 5 മിനിറ്റ് കവർ ചെയ്ത് തന്നെ വെച്ചേക്കരുത്. ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കവർ ചെയ്ത് വേവിക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ചൂടായി നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഗ്രേവി എല്ലാം നന്നായിട്ട് ചിക്കനിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല തൂവി കൊടുക്കാം. ചിക്കനാണല്ലോ, അപ്പോൾ നമുക്ക് ഇത്തിരി ഗരം മസാല ചേർത്തില്ലെങ്കിൽ അതൊരു കുറവ് പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ തിരുമിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പം ഞാനൊരു തുള്ളി ഉപ്പ് ഈ തേങ്ങയ്ക്ക് വേണ്ട മാത്രം ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി തിരുമിയിട്ട് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ചിക്കനുമായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങാപ്പീരയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ കൊറിയാണ്ടർ ലീവ്സ് ചേർത്ത് കൊടുക്കുക. ഇല മാത്രം ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൊറിയാണ്ടർ ലീവ്സും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് കൂടി കവർ ചെയ്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ കൊറിയാണ്ടർ ലീവ്സൊക്കെ നന്നായിട്ട് സോഫ്റ്റായി അതിൻ്റെ മണമൊക്കെ ഇതിൽ പിടിക്കും. അതുപോലെ തന്നെ ഗരം മസാലയുടെ മണവും ഈ ചിക്കനുമായിട്ട് നന്നായിട്ട് മിക്സപ്പ് ആകും. അപ്പോൾ അതിന് വേണ്ടി 2 മിനിറ്റ് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തുറന്നപ്പോഴേക്കും. നല്ല ഗരം മസാലയുടെയും പെപ്പറിൻ്റെയും കൊറിയാണ്ടർ ലീവ്സിൻ്റെയൊക്കെ നല്ല മണമാണ് വരുന്നത്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ചിക്കൻ പീരയാണ് കേട്ടോ ഇത് ചോറിന് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് വേറൊരു കറിയും വേണ്ട. വളരെ ഡെലീഷ്യസ് ആണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമല്ലേ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് ടിഫിൻ ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് ഓഫീസിൽ പോകാനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതുണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും ഒരു 2-3 ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ചിക്കൻ പീര എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെന്താ പറയാനുള്ളത്, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിൽ കാണാമല്ലേ. അപ്പോൾ ശരി, താങ്ക് യു.